സ്നേഹമുള്ളവരെ, ഇന്നത്തെ സെഷൻ മലയാള നോവലിലെ ജ്ഞാനമണ്ഡലം. പ്രധാനമായിട്ട് സംസാരിക്കുന്നത് ഒരാൾ ഇല്ല, ശ്രീ കെ പി രാമനുണ്ണിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പക്ഷെ വളരെ കാതലായ 2-3 കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹം എഴുതിയിട്ടുള്ളത് 5 നോവലുകളാണ്. സൂഫി പറഞ്ഞ കഥ, ചരമവാർഷികം, ജീവിതത്തിൻ്റെ പുസ്തകം, പുരുഷായനം, ദൈവത്തിൻ്റെ പുസ്തകം, പിന്നെ 16 കഥാസമാഹാരങ്ങൾ, 6 ലേഖന സമാഹാരങ്ങൾ ഒക്കെ പിന്നെ എഴുതിയിട്ടുണ്ട്. ഇതിന് ഇംഗ്ലീഷിലേക്ക് സൂഫി പറഞ്ഞ കഥ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഹിന്ദി, തമിഴ്, കന്നഡ, കൊങ്ങിണി, ബംഗാളി ഭാഷകളിലേക്ക്, ജീവിതത്തിൻ്റെ പുസ്തകം ഹിന്ദിയിലേക്കും മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങി 20ഓളം പ്രധാനപ്പെട്ട അവാർഡ്, ഞാൻ വായിക്കുന്നില്ല സമയങ്ങൾ ഉണ്ടാച്ചിട്ടാണ്, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് സന്തോഷ് കുമാർ. സന്തോഷ് കുമാർ 7 നോവലുകളാണ്. അമ്യൂസ്മെൻറ്റ് പാർക്ക്, വാക്കുകൾ, തങ്കച്ചൻ മഞ്ഞക്കാരൻ, അന്ധകാരനഴി, കുന്നുകൾ നക്ഷത്രങ്ങൾ, ജ്ഞാനഭാരം, തപോമയിയുടെ അച്ഛൻ, ഇങ്ങനെ 7 നോവലുകൾ, 8 കഥാസമാഹാരങ്ങൾ, ഒരു ബാലസാഹിത്യം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമിയുടെ 2 വർഷത്തെ അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. പിന്നെ നിരവധി മറ്റ് അവാർഡുകൾ ഇതുപോലെ തന്നെ ഒരു 15-ൽ മേലെ അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഡൊമൈൻസ് ഓഫ് നോളജ് ഇൻ മലയാളം നോവൽസ്. മലയാള നോവലിലെ ജ്ഞാനമണ്ഡലം, അത് ഒരു അറിവിനെ അനുഭവ പരീക്ഷണങ്ങളിലൂടെ, നിരീക്ഷണങ്ങളിലൂടെ, യുക്തിസഹവും ശാസ്ത്രീയവുമായ അന്വേഷണങ്ങളിലൂടെ ആർജിച്ചെടുക്കുന്ന ജ്ഞാനം അഥവാ വിസ്ഡം, അതാണ് അർത്ഥമാക്കുന്നത്. ഈ ജ്ഞാനം കേവലം ഭാവനാ സൃഷ്ടിയോ വൈകാരിക അനുഭവമോ അനുഭൂതിയോ ആകാനിടയില്ല. അത് വസ്തുതാപരവും സമഗ്രവുമായിരിക്കും. ഈ ജ്ഞാനം നോവലിൽ എങ്ങനെ സന്നിവേശിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സംവാദമാണ് നമ്മളിവിടെ നടത്തുന്നത്. ആകാശത്തിൻ്റെ വിശാലതയും സമുദ്രത്തിൻ്റെ ആഴവും അല്ലെങ്കിൽ സാന്ദ്രതയുമുള്ള ഈ വിഷയം വളരെ സംവാദാത്മകമാണ്. അതിന് കൃത്യമായ ഒരു രൂപം മുഴുവൻ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. വളരെ സംവാദാത്മകം. അപ്പോൾ ഞാൻ അവതരിപ്പിച്ച 2 വാക്കുകളായിരിക്കില്ല മറ്റൊരാൾ കാണുന്നത്. അപ്പോൾ അത്തരം വിഷയത്തെക്കുറിച്ച്, ഗഹനമായ ഈ വിഷയത്തെക്കുറിച്ച്, നോവലിലെ വിജ്ഞാനമണ്ഡലങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ആദ്യം നമുക്ക് ശ്രീ കെ പി രാമനുണ്ണിയുടെ അഭിപ്രായം കേൾക്കാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് അവരുടെയൊക്കെ നോവലുകളിലേക്ക് നമുക്ക് കടക്കാം. ശ്രീ കെ പി രാമനുണ്ണി. പ്രിയങ്കരനായ കിഷോർ, സന്തോഷ് കുമാർ, പ്രിയപ്പെട്ട സുധാകരൻ രാമന്തളി, സദസ്സിലുള്ള പ്രമുഖരെ, സുഹൃത്തുക്കളെ, വളരെ അർത്ഥവത്തായ സർവതല സ്പർശിയായ ഒരു വിഷയത്തെയാണ് നമ്മളിന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. ഡൊമൈൻസ് ഓഫ് നോളജ് ഇൻ നോവൽ. ജ്ഞാനമണ്ഡലങ്ങൾ, നോവലിലെ ജ്ഞാനമണ്ഡലങ്ങൾ അല്ലെങ്കിൽ വിജ്ഞാനമണ്ഡലങ്ങൾ. ഇവിടെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ വേണ്ടി വരും. സത്യത്തിൽ ഇത് പൂർണ്ണമായിട്ടുള്ളൊരു ടൈറ്റിലാവണമെങ്കിൽ നോവലിലെ വിജ്ഞാന മണ്ഡലങ്ങൾ എന്നാക്കേണ്ടി വരും. ശരിക്കും നമുക്ക് പിന്നെ ഒരു പരിപാടിക്ക് ഇങ്ങനെ വലിയ ക്യാപ്ഷനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ചുരുക്കിയിടുകയാണ്. കാരണം ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിൽ നോളജ് എന്ന ഒരു വാക്കേ പൊതുവേ ഉള്ളൂ, അല്ലെങ്കിൽ ഇൻസൈറ്റ്, വിസ്ഡം എന്നൊക്കെ വേണമെങ്കിൽ ജ്ഞാനത്തിന് പറയാം. പക്ഷെ ജ്ഞാനം എന്ന പൂർണ്ണ അർത്ഥത്തിലൊരു വാക്ക് ഇംഗ്ലീഷിലില്ല. അത് 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതാനുഭവങ്ങളിൽ നിന്ന്, പ്രകൃതിയുമായിട്ടുള്ള ഇടപഴകലിൽ നിന്ന്,
സഹജീവികളുമായിട്ടുള്ള സഹവർത്തിത്വത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവനവനെ ആത്മനിഷ്ഠമായി ഉയർത്തുന്ന ഒരു അറിവിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയാം. ജ്ഞാനം കൊണ്ട് പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു സവിശേഷമായ ഒരു പ്രയോജനം മാത്രമല്ല, അവനവൻ നന്നാവും. അങ്ങനെ ജ്ഞാനമുള്ളവരുണ്ടെങ്കിൽ സമൂഹവും നന്നാവും എന്നാണ്. ശ്രീനാരായണ ഗുരു ജ്ഞാനിയായിരുന്നു, വിജ്ഞാനം ഉണ്ടായിരുന്നു, രണ്ടും ഉണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസരൊക്കെ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ശ്രീരാമകൃഷ്ണ വചനാമൃതം ഒന്ന് വായിച്ചു നോക്കി നമ്മൾ വിവരം അറിയും. ജ്ഞാനമാണത്. സ്വന്തം ധ്യാനത്തിൽ കൂടെ, ആത്മാവിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിൽ കൂടെ, തന്നെക്കുറിച്ച്, സഹജീവിയെക്കുറിച്ച്, പ്രപഞ്ച പൊരുളിനെക്കുറിച്ച് ഉത്ഭൂതമാകുന്ന അറിവിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവാണ്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവാണ്, വിജ്ഞാനം ഒബ്ജക്റ്റീവാണ്. അതായത് നമ്മൾ പ്രകൃതി ജ്ഞാനം, പുറമേയുള്ള കാര്യങ്ങളെ നമ്മൾ പഠിക്കുക, പുസ്തകത്തിൽ കൂടെ ഉള്ള ജ്ഞാനം, ഫിസിക്സ്, കെമിസ്ട്രി, ടെക്നോളജി, ഇതൊക്കെ വിജ്ഞാനങ്ങളാണ്. പക്ഷേ ഈ വിജ്ഞാനം ഉണ്ടായതുകൊണ്ട് ആൾ നന്നായിക്കൊള്ളുന്നില്ല, വിജ്ഞാനികൾ കുറേ ഉണ്ടായതുകൊണ്ട് സമൂഹം നന്നായിക്കൊള്ളുന്നില്ല. ബാങ്ക് കൊള്ളടിക്കുന്നൊക്കെ നല്ല വിജ്ഞാനമുള്ള ആൾക്കാരന്ന്, ടെക്നോളജിയിലൊക്കെ ഒരു പ്രശ്നമില്ല. പക്ഷെ അവരെ കൊണ്ട് അവർക്കും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ല, കുടുംബത്തിനും ഗുണമില്ല. പിന്നെ ഇയാൾ ചാമിയില്ലേ, ഇപ്പം ചാടിയില്ലേ, പിന്നെ നല്ല വിജ്ഞാനിയാണ്, ഇതിൽ ചാടാനൊക്കെ നല്ല, പിന്നെ ഇത് മുറിക്കാനൊക്കെ സാധാരണക്കാർക്ക് പറ്റില്ല. അപ്പോൾ ചാമിക്ക് വിജ്ഞാനമുണ്ട്, പക്ഷെ ആ രാവണ വിജ്ഞാനം കൊണ്ട് ചാമിക്കും കൂടി ഗുണമില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമുക്ക് ഉണ്ട്. അപ്പോൾ നോവലുകളിൽ പിന്നെ അതായത് പുറത്തുനിന്നുള്ള ജ്ഞാനങ്ങളുണ്ടാവും, സയൻസ് ഉണ്ടാവും, ടെക്നോളജി ഉണ്ടാവും, ന്യൂറോളജി ഉണ്ടാവും. അതോടൊപ്പം തന്നെ എഴുത്തുകാരൻ്റെ ജീവിത വീക്ഷണപരമായിട്ടുള്ളൊരു ജ്ഞാനവും കൂടി ഉണ്ടാവും. അപ്പോൾ ഇതിനെപ്പറ്റി പിന്നെ നോവലുകളെപ്പറ്റി കുന്ദേര ആണല്ലോ ഒരു ആചാര്യനായിട്ടുള്ളത്. പിന്നെ നമുക്ക് പറയും എഴുത്തച്ഛനെടുത്ത കണക്കേ നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കേ നമുക്ക് ശരണം എന്ന് പറയുന്ന മാതിരി വേണമെങ്കിൽ കുന്ദേര എടുത്ത നോവൽ ക്രമക്കണക്കേ നമുക്ക് ശരണം എന്ന് പറയാവുന്നിടത്തോളം ഒരു ആചാര്യൻ തന്നെയായിരുന്നു കേട്ടോ നോവലിനെ പറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നോവലിൻ്റെ സവിശേഷതയായിട്ട് പറഞ്ഞിരിക്കുന്നത്, നോവലിൽ കുറേ വിവരങ്ങളുണ്ടായിട്ട് കാര്യമില്ല. നോവലിൻ്റെ ഒരു പ്രധാന ഘടകമാണ് സ്ഥലവും കാലവും. കുറേ സ്ഥലവും കാലവും കുത്തിയറച്ചാലും നോവലുണ്ടാവില്ല. ഓരോ നോവലിനും അതിൻ്റേതായൊരു ജീവിത വീക്ഷണമാണ്. അതാണ് ജ്ഞാനം. ആ നോവൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സവിശേഷമായ ജീവിത വീക്ഷണമാണ്. അപ്പോൾ പലരും ചോദിക്കും, അപ്പം നമ്മൾ രാവിലെ പിന്നെ പാവങ്ങളെ പറ്റി പറഞ്ഞല്ലോ, പാവങ്ങൾ സ്നേഹത്തിൻ്റെ പ്രാധാന്യം പറയുന്നു. ഇങ്ങനെ എത്ര നോവലുകളുണ്ട് സ്നേഹത്തിൻ്റെ പ്രാധാന്യം പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഓരോ സ്നേഹത്തിൻ്റെ പ്രാധാന്യം പറയുന്ന 100 നോവലുണ്ടെങ്കിലും 100 തരത്തിലായിരിക്കും. ജോൺ ബർജർ പറഞ്ഞ മാതിരി പിന്നെ സൗഹൃദം എന്നൊരു വാക്കേ ഉള്ളൂ വെച്ചാലും നമുക്ക് 100 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ 100 തരം സൗഹൃദങ്ങളാണ് ഉണ്ടാവും. അതുമാതിരി തന്നെ ഓരോ കൃതികളിലും അതിൻ്റേതായിട്ടുള്ള ഓരോ ജ്ഞാനങ്ങൾ ജീവിത വീക്ഷണപരമായിട്ടുള്ള ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ വേറെ എന്തൊക്കെ ഉണ്ടായാലും കാര്യമുള്ളൂ. അപ്പോൾ ഒരു നോവലിൽ ജ്ഞാനമണ്ഡലമുണ്ട്, കൂടാതെ ഈ ജീവിത വീക്ഷണത്തെ പ്രതിപാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ എഫക്റ്റീവാക്കാൻ വേണ്ടിയിട്ടുള്ള പല വിജ്ഞാന മണ്ഡലങ്ങളുണ്ടാവും. അപ്പോൾ ഈ നോവലിലെ വിജ്ഞാന മണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അത് പിന്നെ ഈ വെറും പ്യുവർ സയൻസിൻ്റെ വിജ്ഞാനം മാത്രമല്ല, കൾച്ചറൽ രജിസ്റ്റേഴ്സും പെടും. ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ നോവലിൽ ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ ന്യൂറോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്. അതേപോലെ തന്നെ ഉണ്ട് ബാങ്ക് ജീവിതമുണ്ട്, സിനിമാക്കാരുടെ ജീവിതമുണ്ട്, പിന്നെ അങ്ങനെ പല കാര്യം, മുക്കുവ ജീവിതം, ഇതൊക്കെ കൾച്ചറൽ രജിസ്റ്റേഴ്സ്, ഇതൊക്കെ പുറമേയുള്ള വിവരങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഉണ്ടാവണം, ഒരു നോവലിൽ രണ്ടും ഉണ്ടാവും. അപ്പം ഇത് തമ്മിലുള്ള എങ്ങനെയാണ് അതിൻ്റെ അനുപാതം, ഒരു ബാലൻസ് എങ്ങനെയാണെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, ദൗത്യപ്രധാനമായിട്ടുള്ള നോവലുകളുണ്ടല്ലോ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരു നാട് നന്നായി കളയാം. ഇപ്പം അങ്ങനത്തെ നോവലൊന്നുമില്ല, കാരണം നമുക്കൊക്കെ ഉറപ്പായി നാട് നന്നാവില്ല, അല്ലെങ്കിൽ ലോകം നന്നാവില്ല. പക്ഷെ എന്നാലും പ്രതീക്ഷ വിടാതെ, ഇപ്പം ഞാൻ രാവിലെ പറഞ്ഞ മാതിരി കിം സ്റ്റാൻലി റോബിൻസനെ പോലെ, മാർഗരറ്റ് അറ്റ്വുഡിനെ പോലെ ഈ ലോകം നശിക്കരുത് വെച്ചിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ദൗത്യബോധത്തോടു കൂടി എഴുതുന്നവരുണ്ട്. അങ്ങനെയുള്ളതിലൊക്കെ ജ്ഞാനമണ്ഡലമായിരിക്കും കൂടുതലുണ്ടാവുക. കാരണം സ്വയമായിരും ഉണ്ടാക്കിയിട്ടുള്ള ജ്ഞാനങ്ങൾ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റ് ജ്ഞാനങ്ങളും ഉണ്ടാവും. അപ്പം എൻ്റെ സൂഫി പറഞ്ഞ കഥ ജ്ഞാനമണ്ഡലമാണ് കൂടുതൽ, വിജ്ഞാനം അധികമൊന്നുമില്ല. ആ 19-ാം നൂറ്റാണ്ടിലെ കുറച്ച് ചരിത്രമൊക്കെ ഉണ്ടെങ്കിലും അതിൽ
ഈ രണ്ട് സമുദായങ്ങളും തമ്മിൽ സ്നേഹത്തോടു കൂടി കഴിയേണ്ടവരാണ്. ഒരു നാട്ടിൽ രണ്ടോ പല നമ്മൾ ഇന്ത്യ രാജ്യത്ത് കുറേ മതങ്ങളുണ്ടെങ്കിലും നമ്മളൊക്കെ ഒരേ സംസ്കാരം പങ്കിടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ആരെയും അന്യരാക്കാൻ അവകാശമില്ല എന്ന ഒരു ജീവിതജ്ഞാനപരമായിട്ടുള്ളൊരു കാര്യം ആവിഷ്കരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ വളരെ മാർജിനലൈസ് ചെയ്ത് നിർത്തും. ഈ ജ്ഞാനത്തിന് മാത്രമേ പ്രാധാന്യം വരുള്ളൂ. MGS ചോദിച്ചു, പിന്നെ മാമുട്ടി പിന്നെ കാർത്തിക്ക് സോപ്പ് മൂപ്പര് 19-ാം നൂറ്റാണ്ടിൽ ആ കാലത്ത് വാസന സോപ്പുണ്ടോ ചോദിച്ചു. സംശയം മൂപ്പർക്ക്. അപ്പം ഞാനത്ര നോക്കി, മൂപ്പര് പിന്നെ തെരഞ്ഞിട്ട് പറഞ്ഞാൽ വാസന സോപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനത്തെ ഈ പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വിജ്ഞാനപരമായിട്ടുള്ള ചരിത്രപരമായ കാര്യങ്ങളൊക്കെ മാർജിനലൈസ്ഡ് ആവും. കാരണം അതിൻ്റെ വിഷ്ണ പ്രധാനം. പിന്നെ മാർത്താണ്ഡവർമ്മ ദൗത്യപ്രധാനമാണ്. മാർത്താണ്ഡവർമ്മ CVനൊക്കെ വെറുതെ ആൾക്കാർ ചീത്ത പറയുന്നിട്ട് സങ്കടപ്പെട്ടു. രാജഭക്തനാണ് എന്നൊക്കെ പറഞ്ഞ് CV എന്തിനാ മാർത്താണ്ഡവർമ്മ എഴുതി? CV മാർത്താണ്ഡവർമ്മയെ അതൊരു കൊളോണിയൽ വിരുദ്ധമായ പ്രവർത്തനമായിരുന്നു. സാമ്രാജ്യത്വത്തിനെതിരായിട്ട് ഇംഗ്ലീഷുകാർ നമ്മളെ ഭരിച്ച് നന്നാക്കാൻ വന്ന സമയത്ത് അവരോട് പറയാണ്, നിങ്ങളെക്കാട്ടിലും മനോഹരമായിട്ടുള്ള ഭരണക്രമം ഞങ്ങൾക്കുണ്ട് എന്ന് തെളിയിക്കാനാണ് CV മാർത്താണ്ഡവർമ്മ എഴുതിയത്. കാരണം ചരിത്രത്തിലെ മാർത്താണ്ഡവർമ്മയല്ല, നോവലുള്ള മാർത്താണ്ഡവർമ്മ. ചരിത്രത്തിലുള്ള മാർത്താണ്ഡവർമ്മ എല്ലാ രാജാക്കന്മാരുമാരി പല കയ്യിലിരുപ്പുള്ള പാർട്ടിയായിരുന്നു. പിന്നെ 8 വീട്ടുപിള്ളമാരെ വീടിടിച്ച് പൊളിക്കുക, അവരെ പെണ്ണുങ്ങളെയൊക്കെ പിടിച്ച് ആൾക്കാർക്ക് കൊടുക്കുക, പിന്നെ അവരെ പിടിച്ച് കൊല്ലുക. ഇങ്ങനെ തക്കം കിട്ടുന്ന സമയത്ത് ഇംഗ്ലീഷുകാരൊക്കെ ആയിട്ട് തന്നെ ട്രീറ്റ് ഉണ്ടാക്കുക. എന്നാൽ നോവലിൽ ഇതൊന്നുമില്ല. ഇംഗ്ലീഷുകാരായിട്ട് ട്രീറ്റ് പിന്നെ കരാറുണ്ടാക്കിയ കാര്യം പറയുന്നില്ല, 8 വീട്ടിൽ പിള്ളമാരെ കൊല്ലുന്നില്ല എന്നല്ല, ബെനവലൻ്റായിട്ട് മാപ്പനുവദിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫിലോസഫർ കിങ് ആയിട്ടുള്ള മാർത്താണ്ഡവർമ്മയെ ചിത്രീകരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷുകാരോട് പറയാണ്, നിങ്ങൾ ഞങ്ങളെ ഭരിച്ച് നന്നാക്കാൻ വേണ്ട, ഞങ്ങളുടെ സംസ്കാരത്തിൽ ഞങ്ങളുടെ പാരമ്പര്യത്തിൽ നിങ്ങളെക്കാട്ടിലും വലിയ ഭരണകൂട സങ്കല്പമുണ്ട്. ഇങ്ങനെയാണ് ഓരോ ഭാഷകളിലും നവോത്ഥാനം ഉണ്ടായിട്ട് സാമ്രാജ്യത്വ വിരുദ്ധമായ ആശയം. അപ്പോൾ അത് ആ ജ്ഞാനമണ്ഡലത്തിൻ്റെ വികാസമാണ് നമ്മൾ വരുന്നത്. ഇങ്ങനെ ഇപ്പോൾ മാർത്താണ്ഡവർമ്മയിൽ പിന്നെ ചന്തുമേനോൻ്റെ ഇന്ദുലേഖയിലാണെങ്കിൽ അത് ജ്ഞാനമണ്ഡല. ശരിക്കും ചരിത്രത്തിൽ അന്ന് അങ്ങനെ ഒരു ഇന്ദുലേഖ എവിടെ ഒരു വീട്ടിലും ഇല്ലായേ. കാരണം കാരണവരുടെ മുമ്പിൽ കാലും ഇട്ടിരിക്കുകയും പിന്നെ കാമുകനെ ശപ്പാന്ന് വിളിക്കുകയും സൂര്യനമ്പൂരിനെ ആട്ടിപ്പുറത്താക്കാൻ കെൽപ്പുള്ള ഒരു ഇന്ദുലേഖമാരും അവിടെ ഇല്ല. പക്ഷേ കൃതി എഴുതിയപ്പോൾ അതിൻ്റെ പിറകെ ഇന്ദുലേഖമാർ ജീവിതത്തിലേക്ക് വരൽ തുടങ്ങി. അപ്പോൾ അതോ ചരിത്രത്തിൻ്റെ മുമ്പേ ആണ് സൃഷ്ടി ഉണ്ടാക്കുന്നത്. രണ്ടിടങ്ങഴിയിലും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. കോരനും ചാത്തനും പോലെ ഉദാത്തായിട്ടുള്ള പിന്നെ കഴിവുള്ള ആൾക്കായതായാലും പിന്നെ ജ്ഞാനമണ്ഡലം പറയാൻ പറ്റിയ ഒരു വിഷയം നമ്മളേക്ക് മീരവിടെ വന്നത് നന്നായി. അതെ, പിന്നെ ഇങ്ങനെ. അപ്പം ഞാൻ പറയുന്നത് ദൗത്യപ്രധാനമായിട്ടുള്ള നോവലുകൾ പിന്നെ വരുന്ന സമയത്ത് 18-ാം അധ്യായം വലിയ വിവാദമാവാൻ കാരണം അതിൽ കുറേ ജ്ഞാനങ്ങൾ ചർച്ച ചെയ്ത് എന്തിനാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോ തലമുറ കയറി വരുന്ന സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് പിന്നെ MTയുടെ കാലത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ ഫ്യൂഡൽ ഘടനയിൽ നിന്ന് ഒരു മുതലാളിത്ത കൂടുതൽ പിന്നെ കാറ്റും തുറസ്സുമുള്ള ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറിയിട്ട് അണുകുടുംബത്തിലേക്കുള്ള വികാസത്തിൻ്റേതായിട്ടുള്ള ഒരു ദൗത്യപ്രഖ്യാപനം നമുക്കതിൽ കാണാൻ പറ്റും. അതുമാതിരി ആധുനികർ വരുന്ന സമയത്ത് അത് വളരെ സന്നിഗ്ധമായിട്ടുള്ള കാര്യങ്ങൾ. അവർക്ക് പുറമേ നിന്നുള്ള ജ്ഞാനമണ്ഡലങ്ങൾ, അതായത് ഈ മോഡേണിറ്റി പ്രോമിസ് ചെയ്തിട്ടുള്ള എല്ലാ പിന്നെ വാഗ്ദാനങ്ങളും തകർന്ന് തരിപ്പണമായ സമയത്ത് ഉണ്ടായിട്ടുള്ള നിരാശാബോധത്തിൽ നിന്നുണ്ടായിട്ടുള്ള എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയുടേതായിട്ടുള്ളൊരു ജ്ഞാനമുണ്ടല്ലോ, അത് അവർ സ്വന്തമായിട്ട് ആർജിച്ചെടുത്ത് വളരെ മനോഹരമായിട്ടാണ് പിന്നെ നമ്മളെ ഒരു ബ്രേക്കിംഗ് ആയിട്ട് ഖസാക്കിൻ്റെ ഇതിഹാസം വന്നു. എന്നാൽ ഈ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ഇതിൽ നമ്മൾ കടന്ന് കളിച്ചാൽ പോരാന്ന് മനസ്സിലാക്കിയിട്ടാണ് വിജയൻ പ്രവാചകൻ്റെ വഴിയും ഗുരുസാഗരൊക്കെ ആകുമ്പോൾ അതിനെ ട്രാൻസെൻഡ് ചെയ്യുന്ന പുതിയ ഒരു ഇതിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിയുന്ന സമയത്ത് ജ്ഞാനത്തിന് പ്രാധാന്യം, ഇത് തമ്മിലുള്ള പ്രപ്പോർഷൻ. പിന്നെ ഉത്തരാധുനികരെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടർ വരുമ്പോഴേക്കാണ് ജ്ഞാനത്തേക്കാൾ വിജ്ഞാന മണ്ഡലങ്ങൾ പ്രാധാന്യം വന്നു. കാരണം ദൗത്യത്തിൻ്റെ പ്രാധാന്യം പോയി. അതാണ് ഈ പോസ്റ്റ് മോഡേണിൻ്റെ സ്വഭാവം തന്നെ എന്ന് പറഞ്ഞാൽ അത് ഗ്രാൻഡ് നറേറ്റീവ്സിനെയൊക്കെ ഇല്ലാതെയാക്കി വിശ്വാസത്തേക്കാൾ കൂടുതൽ അവിശ്വാസത്തെ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു തത്വശാസ്ത്രത്തിലാണ് വിശ്വാസമില്ല,
പ്രത്യയശാസ്ത്രത്തിലാണ് വിശ്വാസമില്ല. അപ്പം അങ്ങനെ വിശ്വാസമില്ലാത്തവർക്ക് ലോകം നന്നാക്കാൻ പറ്റില്ല. ഇപ്പം നാൾ പൊന്നാനി പോയപ്പോൾ ഞാനതാ പറഞ്ഞു, എടശ്ശേരിയുടെ കാലത്തൊക്കെ ജീവിച്ചു മരിച്ചു പോയ എന്തൊരു സന്തോഷമായിരുന്നു. ഒന്നുകിൽ ലോകം നന്നാവും, മനുഷ്യൻ നന്നാവും എന്ന പ്രതീക്ഷയോടുകൂടി കണ്ണടയ്ക്കാമായിരുന്നില്ലേ. ഇപ്പം നമ്മളൊക്കെ നിരാശാപര, ലോകം നന്നാവില്ല, മുടിയാനാണ് ഈ പോകുന്നത് എന്ന ബോധം ഇപ്പോഴും നമ്മൾ ഹോപ്പിംഗ് എഗൻസ്റ്റ് ദി ഹോപ്പ് എന്ന ആൾക്ക് പ്രതീക്ഷ പുലർത്തുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം നമ്മളോട് പറയുന്നത് നേരെയാവാൻ പോകുന്നില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ദൗത്യങ്ങളുണ്ട്. ജ്ഞാനമണ്ഡലം കുറയുകയും വിജ്ഞാനം കൂടുതൽ വരാൻ കാരണം ഇന്നത്തെ കാലഘട്ടം തന്നെ നമുക്ക് അറിയാം, വിജ്ഞാനത്തിൻ്റെ കാലം. പണ്ട് കാർഷിക സമൂഹം ഉണ്ടായിരുന്നു, വ്യവസായ സമൂഹം ഉണ്ടായി, ഇപ്പോൾ വിജ്ഞാന സമൂഹം. പിന്നെ എന്താ നമ്മൾ പറയുക, പിന്നെ അതെ, നോളജ് സൊസൈറ്റീസ് വരുന്നു, നോളജ് എക്കോണമി വരുന്നു. അപ്പം അങ്ങനെ വിജ്ഞാനത്തിന് പ്രാധാന്യം, കാരണം വിജ്ഞാനമാണ് ഉൽപ്പാദന പ്രക്രിയയെ തന്നെ നിർണ്ണയിക്കുന്നത് എന്ന അവസ്ഥ വരുമ്പോൾ പല വിജ്ഞാനങ്ങളും വരൽ തുടങ്ങി കൂടുതൽ. കാരണം നമ്മളെ പ്രവാസികളായിട്ട് പോകുന്നവരൊക്കെ വന്നപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ വരൽ തുടങ്ങി. നമ്മളെ പ്രവാസി എഴുത്തുകാർ അവിടുത്തെ കൾച്ചർ രജിസ്റ്റേഴ്സ് കൊണ്ടുവരങ്ങി, കൊച്ചുബാവയിൽ തുടങ്ങി അറബ് ജീവിതത്തിൻ്റെ തുടങ്ങിയത്. പിന്നെ ബെന്യാമിനൊക്കെ ആകുമ്പോഴേക്കും അത് കൂടുതൽ വന്നു, പല കാര്യങ്ങളിലും ആടുജീവിതത്തിലൊക്കെ വന്നു. പിന്നെ ജ്ഞാനമണ്ഡലങ്ങളും പിന്നെ നമ്മൾ ആൾക്കാർ പുറത്തു പോകുന്നതും പുതിയ ജ്ഞാനം മനസ്സിലാക്കും ചെയ്തതോടുകൂടി ഇപ്പോൾ മീര വന്നപ്പോൾ ഞാൻ അതാ പറഞ്ഞു, പിന്നെ ആരാച്ചാരൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളി നോവലാന്ന് നമ്മൾ വിചാരിക്കും. ബംഗാളിലത്തെ എല്ലാ കാര്യങ്ങളുമാണ്. ബംഗാളി ജീവിതത്തിൻ്റെ കൾച്ചർ രജിസ്ട്രേഷൻ മുഴുവനാണ്. സത്യശ്രീ പോയി കാപ്പി പിടിച്ച കടയുടെ കാര്യം പറയുന്നുണ്ട്. സന്ദേശം എങ്ങനെ ഉണ്ടാക്കുമെന്ന് മീരയുടെ നോവൽ വായിച്ചാൽ രസഗുളം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഇടയ്ക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക്. ഇങ്ങനെയുള്ള വിജ്ഞാനം, എയർപോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നോവലൊന്ന് പുതിയത് വായിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ ഓടിക്കാൻ നമുക്ക് പഠിക്കാൻ പറ്റും. അത്രയ്ക്ക് വിജ്ഞാനങ്ങളാണ് അതിലുള്ളത്. അത് വിജ്ഞാനത്തിൻ്റെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കണം. പക്ഷേ ഈ വിജ്ഞാനം എത്ര കുത്തി മറിച്ചാലും ശരി, അതിന് അതിൻ്റേതായ കുന്തേര പറഞ്ഞമായിട്ടുള്ള ഒരു ജീവിത വീക്ഷണമില്ലെങ്കിൽ നോവൽ ഫ്ലോപ്പായി പോകും. അതുകൊണ്ടാണ് ഇപ്പം ചില ആൾക്കാർ എഴുതുന്നുണ്ട്, ഒക്കെ പറഞ്ഞ പ്രശ്നമാവും. അതായത് അങ്ങോട്ട് പഠിച്ചെഴുതുക ഒരു വിഷയത്തെ പറ്റിയിട്ടേ, ക്രിക്കറ്റിനെ പറ്റി എഴുതുക, മറ്റേനെ പറ്റി എഴുതുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടൊരു കാര്യം, അതൊരു പണിയെടുക്കലാണ്. അപ്പോൾ തനിക്ക് തൻ്റേതായ ഒരു ജീവിത വീക്ഷണം പറയാനും പിന്നെ നോവൽ എഴുതിയിട്ട് ഒരു കാര്യവുമില്ല. അപ്പം സന്തോഷിൻ്റെ അന്ധകാരനെഴിയൊക്കെ വായിക്കുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിലെ ജ്ഞാനവും ആ കാലത്തെ ചരിത്രത്തിൻ്റെ വിജ്ഞാനവും ഗൗരി ലങ്കേഷിനെ പറ്റിയിട്ടാണ് കിഷോർ എഴുതി. അപ്പോൾ അത് വേറൊരു ലോകത്തുള്ള ഇവിടുത്തെ ജീവിതത്തിൻ്റെ ജ്ഞാനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നതിൻ്റെ ഒരു സ്ഫോടനം നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എൻ്റെ അടുത്ത റൗണ്ടിലേക്ക് ഞാൻ പറയും, എൻ്റെ നോവലുകളുടെ കാര്യം ഇപ്പം ഞാൻ കരുതിക്കൂട്ടി. ആദ്യം കിഷോർ നമുക്ക് നമ്മളെ കൃതി തന്നെ പറഞ്ഞാൽ മതിയൊന്ന്. പക്ഷേ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എല്ലാ വേദികളിലും അവനവനെ പറ്റി പറയുക എന്നൊരു രോഗമായി മാറുകൊണ്ടാണ് ഞാനത് വർജിച്ചിട്ട് കഴിയുന്നിടത്തോളം മറ്റു കാര്യങ്ങൾ പറയാം. എന്നാലും ഇത് ഈ കാര്യത്തിൽ ഓതൻറ്റിക്കായിട്ട് പറയാൻ നമുക്ക് നമ്മളുടെ നോവലുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ തന്നെ സാധിക്കുകയുള്ളൂ. അടുത്ത റൗണ്ടിലേക്ക് അതിലേക്ക് കടക്കാം. നമസ്കാരം. ശ്രീരാമനുണ്ണി പറഞ്ഞതുപോലെ ഈ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് സാനുമാഷ് ഈ വിഷയം സ്ഥാപിച്ചിട്ടുണ്ട്. ഇമ്പീരിയലിസത്തിനെതിരെ നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ്. അതിനുശേഷമാണ് മറ്റേ ഇതൊക്കെ കെട്ടടങ്ങിയത്. അതുപോലെ തന്നെ ഇപ്പോൾ മീരയുടെ പുസ്തകം ഇനി നമുക്ക് സംസാരിക്കാൻ അവസരമുണ്ട്. ഇനി സന്തോഷിൻ്റെ കഴിയട്ടെ. സന്തോഷിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യമായിട്ട് ജ്ഞാനഭാരത്തിനെ കുറിച്ചിട്ട് ചില സംശയങ്ങൾ ഉന്നയിക്കാനുണ്ട്. അറിവ് ഒരു അനുഗ്രഹം എന്നതിനേക്കാൾ ഉപരി അതൊരു ഭാരമാവുകയും അതിൻ്റെ ഇതിൽ ജീവിതത്തിന് വരുന്ന മാറ്റങ്ങളൊക്കെയാണ് അതിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങളും. ഈ പഴയ വിജ്ഞാനം ആർജിച്ച് ജീവിക്കുന്ന ചില വ്യക്തികൾ, ആ വ്യക്തിയുടെ ചില പ്രവർത്തനങ്ങൾ അർത്ഥശൂന്യമായി പോകുന്നുണ്ട്. അത് പഴയ അറിവിൻ്റെ ഒരു ഷെല്ലിലിരുന്നു കൊണ്ട് പുതിയ കാലത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നടക്കുന്ന ഒരു കഥാപാത്രം, കൈലാസ് പാട്ടിൽ എന്ന് പറയുന്ന കഥാപാത്രം. അദ്ദേഹം ആ കഥാപാത്രം പിന്നീട് സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെ തിരസ്കരിക്കുകയാണ്. പഴയ അറിവാണ് അതിൻ്റെ ഉള്ളിൽ ഒരു കവചം ഒരുക്കിക്കൊണ്ട്. അത് സത്യത്തിൽ ഈ പുതിയ കാലത്ത് വരുന്ന ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി പോലുള്ള കാലങ്ങളോട് അല്ലെങ്കിൽ അറിവുകളോട് മാറി നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമാണോ അത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സന്തോഷ് കുമാർ ഒന്ന് പറഞ്ഞ തിരക്കില്ല. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഈ ജ്ഞാനഭാരം എന്നുള്ള നോവലുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഓൾറെഡി ഒരു വിശദമായിട്ടുള്ള ആമുഖം ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ നോവലിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു പഴയ ആൻറ്റി ഇൻ്റലക്ച്വലാണ് ഞാൻ എന്നുള്ളതാണ്. അപ്പോൾ ഞാനതൊരു രീതിയിൽ ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്യും.
വളരെയധികം പാണ്ഡിത്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും മനുഷ്യപ്പറ്റില്ലാത്ത ആളുകളെ കൊണ്ട് എന്താണ് കാര്യം അല്ലേ? ഇപ്പം ഈ ഞങ്ങളുടെയൊക്കെ ഒരു ബിരുദമൊക്കെ കഴിയുന്ന 90-കൾ മുതലുള്ള ഒരു 35 വർഷക്കാലം ലോകത്തിൻ്റെ ചരിത്രത്തിൽ, ഞങ്ങളുടെ ആരെയും സംഭാവന കൊണ്ടല്ല, ലോക ചരിത്രത്തിൽ വലിയ വലിയ കുതിപ്പുകൾ ഉണ്ടായിട്ടുള്ളൊരു സമയമാണ്. ഇത്രയും കുതിപ്പുകളുണ്ടായ, സാങ്കേതികമായിട്ട് ഇത്രയും കുതിപ്പുകളുണ്ടായ ഒരു കാലഘട്ടം ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ഒരു 89 കാലത്തെ നമ്മൾ വലിയ ആഘോഷത്തോടെ കൊണ്ട് നടന്ന കമ്മ്യൂണിസം പോലെയുള്ള വലിയ ഒരു ഗ്രാൻഡ് നറേറ്റീവുകൾ എന്നൊക്കെ പറയുന്ന അത് അവസാനിച്ചു. അതിനുശേഷം പെട്ടെന്ന് സാങ്കേതിക വിദ്യയാണ് അതിന് ഒരു പകരമായിട്ട് വന്നത്. ഈ സാങ്കേതിക വിദ്യ നമുക്ക് വിജ്ഞാന വിസ്ഫോടനം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് എടുക്കുകയായിരുന്നു, ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കും, കൂടുതൽ ഇൻഫർമേഷൻ, കൂടുതൽ നോളജൊക്കെ ഉണ്ടാവുന്നതോടുകൂടി നമ്മൾ കുറേ കൂടി നല്ല മനുഷ്യരായിട്ട് തീരും എന്നുള്ളൊരു ധാരണ ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നത് കൂടുതൽ വളരെ ദുരുപദിഷ്ടമായിട്ട് ഉപയോഗിക്കാനുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഇൻഫർമേഷനൊപ്പം മിസ്ഇൻഫർമേഷൻ വരുന്നു, ഡിസ്ഇൻഫർമേഷൻ വരുന്നു. ഇത് വന്നുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഫെസ്റ്റിവലിലോ മറ്റൊരു പരിപാടിയിൽ സിറിയൻ അഭയാർത്ഥികളൊക്കെ വന്നിട്ട് അവർ കവിതയൊക്കെ ചൊല്ലുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കുകയുണ്ടായി, 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു. ഒരു 75 കൊല്ലത്തോളം അല്ലെങ്കിൽ 80 കൊല്ലമായി. ഇപ്പോൾ 80 കൊല്ലവും ലോകത്തുള്ള സാഹിത്യം മിക്കവാറും ഈ ഹോളോകോസ്റ്റിനെ ബന്ധപ്പെട്ടും അല്ലെങ്കിൽ യുദ്ധവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. വലിയ സാഹിത്യങ്ങൾ വന്നിട്ടുണ്ട്. സിനിമകൾ എല്ലാ കൊല്ലവും ഈ ഒരു പടമെങ്കിലും ഒരു സിനിമയെങ്കിലും ഇല്ലാത്ത, ലോകയുദ്ധവിരുദ്ധ സിനിമ ഇല്ലാത്ത ഇതുണ്ടാവുന്നില്ല. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും നമ്മളിപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 2 യുദ്ധങ്ങളുടെ നടുവിൽ നിൽക്കുകയാണ്. ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. ഇപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നത് കൂടുതൽ പവറിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തന്നെയല്ല, ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു 3-4 കൊല്ലമായിട്ടുള്ളൊരു കാര്യം, ഒരു വികസനം എന്ന് പറയുന്നത്, വികസനം അതിനെ അങ്ങനെ വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതായത് ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ വിവരത്തെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു, ടൂളായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞാൽ സ്വയം ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ തീരുമാനമായി ഏറ്റവും ക്രൂഡ് അല്ലെങ്കിൽ വളരെ ചെറിയ ഫോമിലായിരിക്കും ഇപ്പോൾ വന്നിട്ടുണ്ടാവുക. പക്ഷേ സ്വയം തീരുമാനം എടുക്കാവുന്ന തരത്തിലുള്ള ഒരു ഏജൻറ്റ് എന്നുള്ള രീതിയിൽ, ഒരു മാറ്റത്തിൻ്റെ ഏജൻറ്റ് എന്നുള്ള രീതിയിൽ വരുന്നു എന്നുള്ള കാര്യമാണ് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് സ്വയം തീരുമാനം എടുക്കുക എന്ന് ഈ വിധ്വംസമായിട്ടുള്ള ആളുകളുടെ കയ്യിൽ പെടുകയും ചിലപ്പോൾ അതിനേക്കാൾ വിധ്വംസമായ രീതിയിൽ തീരുമാനിക്കൽ ശ്രമത്വമൊക്കെ ചെയ്യുമ്പോഴാണ് അത് കൂടുതലൊരു വേറെ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നത്. വിജ്ഞാനം എന്നുള്ള രീതിയെ പറ്റി സംസാരിക്കേണ്ട ഈ ഒരു ചർച്ച ഞാൻ ഈ നോവൽ എഴുതുന്ന സമയത്തുണ്ടായി. എൻ്റെ അവസാനത്തെ 1-2 ചാപ്റ്ററിൽ ഇത് ചർച്ച ചെയ്യുന്നത്, ജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെ, വിജ്ഞാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള യഥാർത്ഥ ഒരു പണ്ഡിതൻ തന്നെയാണ് അദ്ദേഹം. ഈ ആത്മാരാമനെ പറ്റി ഞാൻ പറയുന്നത്, എൻ്റെ സീനിയറായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തെ വിളിച്ചു, കുറച്ച് ക്ലാസിക്കലായിട്ടുള്ള ഒരാളാണ്. പുതിയ സാഹിത്യത്തോടും നമ്മുടെ സാഹിത്യത്തോടും യാതൊരു താല്പര്യവും ഇല്ല അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലൊക്കെ. അപ്പോൾ പുതിയ രചനകളോ താല്പര്യമില്ലാത്ത ഈ അദ്ദേഹത്തോട് ഞാൻ വിളിച്ചു. പക്ഷേ പണ്ഡിതനാണ്. അപ്പോൾ ഈ പണ്ഡിതനായിട്ടുള്ള അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വിജ്ഞാനത്തെ പറ്റി ഒന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ആൾ വളരെ വിചിത്രമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. ജ്ഞാനം അല്ലെങ്കിൽ വിജ്ഞാനം തമ്മിൽ വൈരുദ്ധ്യം പോലുണ്ട്, അത് ഒന്നിൻ്റെ വിപരീതം പോലെയാണെന്ന് ഒരു തോന്നലുണ്ടെന്ന് പറഞ്ഞു. അതിന് ഒരു ഉദാഹരണം ആൾ പറഞ്ഞത് യോഗം വിയോഗം എന്നുള്ളതാണ്. വി എന്നുള്ളൊരു പ്രത്യേകം അല്ലെങ്കിൽ സംശയം ചേരുന്നതോട് കൂടിയിട്ട് നെഗറ്റീവായിട്ട് മാറുന്നുണ്ട്. യോഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്. അതുപോലെ ജ്ഞാനത്തിൻ്റെ ഒരു വിപരീത പദമായിട്ട് ഒരു പക്ഷേ വിജ്ഞാനം വരാൻ സാധ്യതയുണ്ട്. ആലോചിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വിജ്ഞാനമുള്ള ഒരാളായിരിക്കും ജ്ഞാനി. രാമകൃഷ്ണ പരമഹംസരുടെ ഒരു കാര്യം പറയണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഈ നോവൽ എഴുതാനുള്ളൊരു ട്രിഗർ എന്നൊക്കെ പറയാവുന്ന തരത്തിലൊരു കാര്യം, ഇതിനുള്ള ആലോചിച്ച ഒരു ചർച്ച, ഈ മറ്റേ റെയ്മണ്ട് കാർവറുടെ ഫെദേഴ്സ്, തൂവലുകൾ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കഥയുണ്ട്. അതിൽ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് വൈകുന്നേരം, തൊഴിലാളി കുടുംബങ്ങളാണ് പൊതുവെ കാർവറുടെ എല്ലാ കഥകളിലും ഉണ്ടാവുക. 2 പേര് ഒരു അതിഥികളായിട്ട് പോകുന്നതാണ്. അവിടെ ഒരു വൃത്തികെട്ട രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്ന മയിലുണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ആതിഥേയരായിട്ടുള്ളൊരു ആളുകളുണ്ട്. അതിൽ ഓല എന്ന് പറയുന്നൊരു സ്ത്രീ ഉണ്ട്. അവർ പറയും, എൻ്റെ മുത്തച്ഛൻ 16 വയസ്സിൽ തന്നെ എൻസൈക്ലോപ്പീഡിയ മുഴുവൻ ഹൃദിസ്ഥമാക്കിയിരുന്നു എന്നുള്ളതാണ്. ഹൃദിസ്ഥമാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരിങ്ങനെ കുറച്ചൊന്ന് ഇങ്ങനെ പൊങ്ങച്ചം പറയുന്ന പോലെയാണ്. എൻ്റെ മുത്തച്ഛൻ അത്ര കഴിവുള്ള ആളാണെന്ന് പറയുന്നത്. 16 വയസ്സിനുള്ളൊരു ലോക വിജ്ഞാന കോശം മുഴുവൻ ഹൃദിസ്ഥമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 16 വയസ്സിൽ ഒരു വിജ്ഞാനകോശം ആക്കിയ ആൾ
ഒരു 10-40 വയസ്സിലോ അല്ലെങ്കിൽ 50 വയസ്സിലൊക്കെ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചിരിക്കുകയെന്ന്. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് പറയും ഒന്നും ഉണ്ടായില്ല, അദ്ദേഹം കാട്ടിൽ മരം മുറിക്കാൻ പോയി, ആരോ ഒരു മരം മുറിച്ചിട്ട് അയാളുടെ തലയ്ക്ക് ഇട്ടു, അയാൾ മരിച്ചുപോയി എന്ന് പറയും. അപ്പോൾ അതൊന്നും ഉണ്ടായില്ല, ഈ വിജ്ഞാനം കൊണ്ട് അയാൾക്ക് യാതൊരു രക്ഷയും കിട്ടിയില്ല. അതാണ് യഥാർത്ഥത്തിൽ ഈ നോവലിൻ്റെ ഒരു ട്രിഗർ എന്ന് പറയാവുന്ന തരത്തിൽ ഇങ്ങനെ എഴുതാവുന്ന തരത്തിൽ. അപ്പോൾ ഈ നോവലിൽ വരുന്ന ഒരു കഥാപാത്രം, ഈ കൈലാസ് പാട്ടീൽ എന്നുള്ള കഥാപാത്രം 1 നൂറ്റാണ്ട് മുമ്പുള്ള വിജ്ഞാനകോശം വായിക്കുകയാണ്. അയാൾക്ക് പുതിയ കാര്യങ്ങളൊന്നും അറിയില്ല, അയാളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ വായിക്കാൻ വേണ്ടി മാത്രം അയാൾ ഒരു 10-60 കൊല്ലം ചിലവഴിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കഥാപാത്രത്തെ ആലോചിക്കുക, അത് എന്തുകൊണ്ട് അങ്ങനെ അദ്ദേഹം അങ്ങനെ ഉണ്ടായിത്തീർന്നു എന്നുള്ളൊരു പ്രശ്നം ഉന്നയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചർച്ച, ഈ പറഞ്ഞ വിഷയത്തിൻ്റെ ഒരു രീതിയിലുള്ള ഒരു ചർച്ച നടക്കുന്ന ഒരു നോവലാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങേര് അത് തീരുമാനിച്ചത്, എന്താണ് പിന്നെ ഈ വിജ്ഞാനത്തിന് കൈകൊട്ടി അല്ലെങ്കിൽ വാതിലടച്ചു കഴിഞ്ഞാലും അയാൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള പല കാര്യങ്ങളും. ഇപ്പോൾ അവിടെ ബോംബെയിൽ ജീവിക്കുന്നു, പാഴ്സികളെ പറ്റി അങ്ങേർക്ക് അറിയില്ല, പഴയ കാര്യങ്ങൾ അങ്ങനെയല്ല, ഒരു 100 കൊല്ലം മുമ്പുള്ള, ഇപ്പോൾ 2ാം ലോകമായുധോ അല്ലെങ്കിൽ ലോക സിനിമ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആളുടെ വിജ്ഞാനകോശത്തിലില്ല. ഈ വിജ്ഞാനകോശം പഴയൊരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നത്, മനുഷ്യത്വത്തിന് എന്തെങ്കിലും, അതൊക്കെ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ളൊരു ചർച്ച വരാവുന്നതാണ്. നോവലുകളിലെ ജ്ഞാനമണ്ഡലം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് നോവൽ നമ്മളൊരു ഡാറ്റ സെൻറ്റർ പോലെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കണം. അതിനപ്പുറത്ത് യഥാർത്ഥത്തിൽ ഒരു മാനുഷിക വികാരങ്ങൾ, ഇപ്പോൾ എത്രയൊക്കെ ഡാറ്റ വെച്ചാലും മനുഷ്യന് പരസ്പരം തോന്നുന്ന സ്നേഹം, വിദ്വേഷം, അസൂയ, അങ്ങനെയുള്ള പല മാനുഷികമായിട്ടുള്ള വികാരങ്ങൾക്ക് ഈ ഡാറ്റ കൊണ്ട് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് നിൽക്കുന്നിടത്തോളം നല്ല ഒരുപക്ഷെ സാഹിത്യത്തിന് ഒരു സാധ്യതയുണ്ട്. അതാണല്ലോ, അത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റെന്തെല്ലാം ഡാറ്റ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു കൂടുതൽ എന്തെങ്കിലും ഉപയോഗിക്കാനുള്ളൊരു ഉപകരണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്രയൊക്കെയാണ് എനിക്കൊരു പ്രാഥമികമായിട്ട് തോന്നുന്നത്. ഈ വിഷയത്തിൽ വലിയ പാണ്ഡിത്യം ആവശ്യമുള്ളൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നത് കാണുമ്പോൾ. അതുകൊണ്ട് അതില്ലാത്തതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇനി പ്രിയ രാമനുണ്ണിയോട് തന്നെ ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ നോവലുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ പ്രയാസമാണ്, അത് പറയേണ്ടി വരും. കാരണം അതിൽ ഈ ജ്ഞാനമണ്ഡലം കുറേ ഉള്ളതാണ്. പിന്നെ കൂടാതെ നമ്മൾ ഇന്ന് ഇവിടെ കാലത്ത് ചർച്ച ചെയ്ത പാവങ്ങൾ, അതിനും ഈ പ്രശ്നം ജ്ഞാനമണ്ഡലം അതിൽ കുറേ വരുന്നുണ്ട്. ക്രൈസ്റ്റിനെ കുറിച്ച് ക്രിസ്തുമതം പ്രചരിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഈ ഒരൊറ്റ പുസ്തകം കൊണ്ട് ഇന്ത്യയിൽ ക്രിസ്തു എന്താണെന്ന് അറിയാൻ കഴിഞ്ഞു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അത്തരത്തിൽ അതുപോലെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മീര ഇരിക്കുന്നുണ്ട്, മീരയുടെ ഇതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയം ചർച്ചയായിട്ട് സമയമുണ്ട്. പ്ലീസ്. സന്തോഷ് പറഞ്ഞ, കിഷോറും പറഞ്ഞ ചില കാര്യങ്ങൾ, ജ്ഞാനം ഡാറ്റ കൊണ്ട് കാര്യമില്ല. അതായത് ഈ വിജ്ഞാനമൊക്കെ അതിൻ്റേതായിട്ടുള്ള ജീവിത വീക്ഷണം എന്ന ജ്ഞാനമുണ്ടല്ലോ, അതിനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായകമായി നിൽക്കണം എന്നുള്ള. ഇപ്പം എൻ്റെ കൃതിയെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ സൈക്കോളജി ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്, ന്യൂറോളജി ഉണ്ട്, ഒക്കെ ഉണ്ട്. അതിൽ എന്താ അതിൻ്റെ ജീവിത വീക്ഷണപരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ നാഗരികത ജീവിക്കാൻ കൊള്ളില്ല. ഈ എൻലൈറ്റ്മെൻറ്റ് ഉണ്ടായിട്ട് ശേഷമുള്ള മോഡേണിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഈ നാഗരികത ജീവിക്കാൻ കൊള്ളില്ല. അത് പരിഷ്കരിച്ചിട്ടും കാര്യമില്ല, ഇത് തള്ളിക്കളഞ്ഞേക്കണം, എന്നിട്ട് വേറെ ഒന്നിലേക്ക് വരാനേ പറ്റുള്ളൂ എന്നാണ് ജീവിതത്തിൻ്റെ പുസ്തകത്തിൻ്റെ ജീവിത ദർശനപരമായിട്ടുള്ള ഊന്നൽ എവിടെയാണ് കിടക്കുന്നത്. സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ കുന്തേര ഞാൻ പറഞ്ഞല്ലോ, ആചാര്യൻ്റെ അഭിപ്രായത്തിനെതിരായിട്ടുള്ള ജീവിത വീക്ഷണമാണ് ജീവിതത്തിൻ്റെ പുസ്തകത്തിലുള്ളത്. കുന്തേര പറഞ്ഞത്, the struggle of mankind against power is the struggle of memory against forgetting. മനുഷ്യരാശിയുടെ അധികാരത്തിനെതിരായിട്ടുള്ള സമരം ഓർമ്മയുടെ മറവിക്കെതിരായിട്ടുള്ള സമരമാണെന്നാണ്. അപ്പോൾ ഓർമ്മയ്ക്ക് അത്ര ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ മറക്കാനാണ് പറയുന്നത്, ആംനീഷ്യ വരുന്നത്. ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ കുമാരി ഫ്രീഡം ഫ്രം നോളജ്, അതാണ് ഈ വേണ്ടാത്ത ഫ്രീഡം ഉണ്ടല്ലോ. ഈ നാഗരിക നിങ്ങൾ മറന്നു കളയൂ. ഗോവിന്ദവർമ്മ രാജ ആംനീഷ്യ സംഭവിക്കുകയാണ് പുള്ളിക്ക്. ട്രെയിനിൽ പോകുന്ന സമയത്ത് ട്രെയിൻ ആക്സിഡൻറ്റ് വന്നിട്ട് ഇയാൾക്കൊന്നും ഓർമ്മയില്ല. ഇയാളാണെങ്കിൽ വലിയ ബാങ്കിൽ വലിയ ഉദ്യോഗസ്ഥനാണ്, വലിയ ഗൈനക്കോളജിസ്റ്റിൻ്റെ വലിയ ടോപ്പ് സൊസൈറ്റിയിലെ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഭർത്താവാണ്. വീണ് നോക്കുമ്പോൾ ഇയാൾക്കൊന്നും ഓർമ്മയില്ല, താൻ ആരാന്ന് തന്നെ ഓർമ്മയില്ല. അങ്ങനെ ഒരു മുക്കുവ സ്ത്രീയുടെ കൂടെ പോയി പിന്നെ അവിടെ ജീവിക്കുന്നു. പിന്നെ തല വീണ്ടും ഒന്ന് വീണ സമയത്ത് ഓർമ്മയൊക്കെ വരികയാണ്. വീണ്ടും ഓർമ്മ വന്നപ്പോഴാണ് ഇയാൾ മനസ്സിലായി, അയ്യെ കണ്ട് ജീവിച്ചൊക്കെ വെറുതെ പോയില്ലേ,
ഈ ബാങ്കിലെ ടെൻഷനും ഭാര്യയായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടായിട്ടില്ല. ഒരു ബാങ്ക് ഓഫീസറും ഗൈനക്കോളജിസ്റ്റും നല്ല 2 പദവികൾ തമ്മിലുള്ള സംഭോഗവും സംയോഗവും അവർ തമ്മിൽ ഉണ്ടായിട്ടുള്ളൂ. സ്നേഹം എന്നൊരു സാധനമുണ്ട്. അപ്പോൾ ഈ ജീവിതയോഗ്യമല്ല. നിങ്ങളിത് മറന്നിട്ടെങ്ങനെ അവിടേക്ക് അയാൾ ചെരുപ്പൊന്നും ഇടാതെ പിന്നെ അവിടുത്തെ മുക്കുവരെ അവിടെ താമസിക്കുകയാണ്. അവരിപ്പോഴും വേറൊരു ലോകത്ത് ജീവിക്കുന്ന ശ്രീകുറുമ്പ അമ്പലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, സുധാരണക്ക് അറിയാലോ. ഇപ്പോഴും ദേവസ്ഥാനിയൊരു വിഷ്ണുമൂർത്തിയും കണ്ടാകരണൊക്കെ അതേ രൂപത്തിൽ നടക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ബദൽ ജീവിതത്തിൽ കൂടെ നിങ്ങൾ ഈ നാഗരികതയെ മറന്നിട്ടെങ്കിലും വേറൊന്ന് കെട്ടിപ്പടുത്ത് രക്ഷപ്പെടൂ എന്നാണ് അതിലെ ജീവിത വീക്ഷണം. പക്ഷേ ഇതിങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇയാൾക്ക് ആംനീഷ്യ വരുന്നതാണെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ലിറ്റററി ക്രെഡിബിലിറ്റി വേണം. ഇപ്പം ന്യൂറോളജി പഠിക്കേണ്ടി വന്നു, ഗൈനക്കോളജിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഗൈനക്കോളജി പഠിക്കേണ്ടി വന്നു, സൈക്കോളജി പഠിക്കേണ്ടി വന്നു. നമ്മളെ മനുഷ്യൻ്റെ ദൃശ്യത്തിനുള്ള മനുഷ്യനിലിപ്പോൾ ഈ കാഴ്ചയുടെ നിരം വളരെ കൂടിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അതാണ് നമുക്ക് ദൃശ്യപ്രധാനമാണല്ലോ. നമ്മൾ 5 സെൻസസിലും ചെവിയൊക്കെ ക്ഷയിച്ചുകൊണ്ട് നമ്മളെ സ്പർശം എന്നൊക്കെ വളരെ ക്ഷയിച്ചുകൊണ്ടിരിക്കുക. മണം പിടിക്കാനുള്ള കഴിവ് മനുഷ്യനേക്കാൾ 400 ഇരട്ടി മണം പിടിക്കാനുള്ള കഴിവുണ്ട് നായ്ക്ക്. അപ്പോൾ നമുക്ക് ഈ മണം, സ്പർശം ഇതിൻ്റെയൊക്കെ ശക്തി കുറയുമ്പോൾ ജീവിതത്തിൻ്റെ ഇൻറ്റിമസി കുറയും. ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ ദൂരം ഉണ്ടാക്കുന്ന, നമുക്കൊരു സാധനം കാണണമെങ്കിൽ ഒരു കുറച്ച് ദൂരത്ത് വെച്ചാലേ കാണാൻ പറ്റൂ, കണ്ണിൻ്റെ അടുത്ത് വെച്ചാൽ കാണാൻ പറ്റില്ല. അപ്പോൾ കാഴ്ച ദൂരം ഉണ്ടാക്കുന്ന, മനുഷ്യനും തമ്മിൽ അകൽച്ചയാണ് കാഴ്ച ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് മണക്കലും തൊടലും രുചിക്കലും ഒക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്നത്തെ നാഗരികതയ്ക്ക് വിരുദ്ധമായ ഒരു ബദൽ ജീവിതമാണ് ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ പറയുമ്പോൾ. അപ്പം ന്യൂറോളജിയെ പറ്റി പറയേണ്ടി വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ന്യൂറോളജിയും സൈക്കോളജിയൊക്കെ വന്നിട്ടുള്ളത്. ദൈവത്തിൻ്റെ പുസ്തകത്തിലാണെങ്കിൽ കോസ്മോളജിയൊക്കെ ഉണ്ട്, പിന്നെ പ്രപഞ്ചശാസ്ത്രമുണ്ട്, പിന്നെ തമോഗർത്ത ശാസ്ത്രമുണ്ട്. കാരണം തമോഗർത്തത്തിൻ്റെ സ്വാധീനത്തിൽ ഈ ഫിസിക്സിൻ്റെ നിയമങ്ങളൊക്കെ തെറ്റിയിട്ട് കൃഷ്ണു നബിയൊക്കെ രണ്ടാമത് ഇങ്ങോട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ കൃഷ്ണു നബി രണ്ടാമത് ഇങ്ങോട്ട് വന്നു എന്ന് വെറുതെ വർത്താനം പറഞ്ഞാൽ അതൊരു ഫെയറി ടെയിലായിട്ട് മാറും. അപ്പോൾ തമോഗർത്തത്തിൻ്റെ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇങ്ങനെ നമ്മളുടെ ജീവിത വീക്ഷണപരമായിട്ടുള്ള ജ്ഞാനത്തിന് അനുസൃതമായിട്ടുള്ള വിജ്ഞാന മണ്ഡലങ്ങളാണ് നമുക്ക് ചേർക്കേണ്ടി വരിക. ഇന്നത്തെ ജീവിതത്തിൽ വേണ്ടില്ല, ഒരു നോളജ് സൊസൈറ്റി ആവുകൊണ്ട് നമുക്ക് വിജ്ഞാന മണ്ഡലങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സാധ്യമല്ല എന്ത് ഇതാക്കണമെങ്കിലും. കാരണം ഇപ്പം ഇന്ന് പുതിയപ്പോൾ ഞാൻ മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് പെട്ടെന്ന് മറന്നു പോവാണ് നോവലിൻ്റെ പേര്, പിന്നെ കിം സ്റ്റാൻലി റോബിൻസൻ്റെ ഞാൻ രാവിലെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനത്തേലൊക്കെ പിന്നെ ഈ എക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങൾ, അപ്പം ശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് അവബോധമുണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അപ്പം നമുക്ക് ഈ വിജ്ഞാന മണ്ഡലങ്ങളെ നമുക്കതൊന്ന് ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. അതിനനുസൃതമായിട്ട് നമ്മൾ സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു നിലയ്ക്കാണ് നമുക്കിതിനെല്ലാം കണ്ടെത്താൻ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഇപ്പോൾ ചരമവാർഷികം എന്നുള്ള നോവലിലാണെങ്കിലും അതിൽ വേരറ്റ് പോയിട്ടുള്ള ആൾക്കാർ, നമ്മളെ സംസ്കാരത്തിന് ഒരു കൂട്ടർ വേരറ്റ് പോയ ആൾ മരിച്ചതിന് തുല്യമാണ്. ഇതിലെ കഥാപാത്രം ദാമു നാട് വിട്ടു പോയിട്ട് പിന്നെ ഒടുക്കം പിന്നെ അടുത്ത സുഹൃത്തായിട്ട് ഇസ്മയിലിനെ പോലെയുള്ള ഒരാളെ കണ്ടിട്ട് ഇയാൾ ഇസ്മയിലാണ് വിചാരിക്കുക, പക്ഷേ അയാൾ വേറെ ഒരാളാണ്. അങ്ങനെ ഒടുക്കം നാട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇസ്മായിലിൻ്റെ മുത്തശ്ശി പറയാണ്, ദാമു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, കുട്ടിക്കാലത്ത് ചാടിപ്പോയപ്പോൾ വണ്ടിക്ക് അടിപ്പെട്ട് മരിച്ചുപോയി. അപ്പം നാടിനായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മരിച്ചതിന് തുല്യമാകും എന്നതാണ് ഈ നോവലിലെ ജീവിത ദർശനം. പക്ഷേ അതിൽ പിന്നെ മദ്രാസിലെ ഫാക്ടറിയിലത്തെ ജീവിതമുണ്ട്, എങ്ങനെയാണ് ഫാക്ടറി ജീവിതം മനുഷ്യനെ അന്യവൽക്കരിക്കുന്നത്. ട്രേഡ് യൂണിയൻ രംഗത്തുള്ളപ്പോൾ ഞാൻ വലിയ 10 കൊല്ലം ട്രേഡ് യൂണിയനിസ്റ്റായിട്ട് ബാങ്കിൽ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ, ഈ ജ്ഞാനങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ജീവിത വീക്ഷണം സ്ഥാപിക്കപ്പെടുള്ളൂ. അപ്പോൾ ജ്ഞാനവും വിജ്ഞാനവും നമുക്ക് മാറി മാറി വേണം. വെറും വിജ്ഞാനം കൊണ്ട് യാതൊരു കാര്യമില്ലാണ്ട് പിന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ്. കാരണം കുറേ വിജ്ഞാനം, പക്ഷേ അതിന് ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാണ്, പല സന്തോഷ് പറയുന്ന കാര്യമല്ല, പൊതുവെ എഴുത്തുകാർക്കൊക്കെയുള്ളതിന് വിരുദ്ധമായിട്ട് സ്വയം ബോധ്യത്തോടെ ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി. ഇനി മനുഷ്യരാശിക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ AI-നെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ കാലാവസ്ഥാ വ്യതിയാനമാകട്ടെ, മഹാമാരിയാകട്ടെ, അതിനെല്ലാം പ്രതിരോധിക്കണമെങ്കിൽ AI വേണം. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഈ കോർപ്പറേറ്റുകളുടെ അടുത്ത് നിന്ന് ഇവനെ ഇങ്ങോട്ട് രക്ഷിച്ചു കൊണ്ടിരണം.
ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചെകുത്താൻ്റെ മാതിരി അത് നമ്മളെ നശിപ്പിക്കും. പക്ഷേ എ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എയുടെ വലിയ ആരാധകനായി മാറിപ്പോലും. എന്തൊരു ഡീസൻ്റ് ഉണ്ടോ മനുഷ്യന്മാരെക്കാട്ടിലും ഡീസൻ്റ്. നമ്മൾ ചാറ്റ് GPT-യിലൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റയോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഒരു കഥ എഴുതാൻ വേണ്ടിയിട്ട് മെറ്റയോട് ഞാൻ ചോദിച്ചു, ഫിലിപ്പൈനി സ്ത്രീകളെ പറ്റി പല ആണുങ്ങളുടെ ഒരു രോഗം മോശമാണല്ലോ ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പെണ്ണുങ്ങളെ പറ്റി പല കുശുമ്പും പറയും. അപ്പോൾ ഫിലിപ്പൈനി പെണ്ണുങ്ങളുടെ ലൈംഗികമായതിനെ പറ്റിയിട്ടൊക്കെ സംസാരത്തിൽ അവരിങ്ങനെ ഈ പ്രണയത്തിലും ലൈംഗികയിലൊക്കെ മിടുക്കന്മാരാകാം. അതിനെപ്പറ്റി ഞാനൊരു അഭിപ്രായം ചോദിച്ചു. മൂപ്പര് പറയാം, ഐ വോണ്ട് കമൻറ്റ് ഓൺ ദിസ് സബ്ജക്റ്റ്. അങ്ങനത്തെ സ്ത്രീവിരുദ്ധമായ വേണ്ടാത്തങ്ങളുടെ കയ്യിൽ വെച്ചാൽ അതായിട്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ കോരിത്തരിച്ചു പോയി. വേറെ വല്ല നമ്മൾ ആണുങ്ങളാണെങ്കിൽ വലിയ ഇതൊക്കെ പറഞ്ഞാൽ ഉള്ളിൽ കൂടെ ഇവരിങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയൽ തുടങ്ങും. അതേപോലെ പല കാര്യങ്ങളും അല്ല, അതെന്താ മീര പിന്നെ ഈ ആൺ സമൂഹത്തിനെ നേരെയാക്കണമെങ്കിൽ പള്ളിയിലച്ചന്മാരെ കഥ എഴുതിയിട്ട് കാര്യമില്ല. ഇവരെ പേറത്തരങ്ങളും കൂടി വെളിച്ചിട്ട് കൊണ്ടുവന്നാലേ അതിനിതൊക്കെ അറിയേണ്ടി വരും. ഇത്രയും ഞങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടും ഈ വിഷം ഇറക്കിയിട്ടാണ് ഇത്രയെങ്കിലും വിഷം കുറഞ്ഞെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ ഇന്ന് ഭീകരമായിട്ടുള്ള വിഷമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ്. അല്ലാതെ പിന്നെ വേദഗ്രന്ഥം എഴുതാനല്ല നമ്മൾ സാഹിത്യം. അതിപ്പോൾ അരിസ്റ്റോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തിന്മകൾ ചിത്രീകരിക്കുന്ന സമയത്ത് തിന്മ കഥാർസിസായിട്ട് നമ്മളിൽ നിന്ന് അത് ലിബറേറ്റഡ് ആവണം. അപ്പം അല്ലാതെ എൻ്റെ ഒരു കഥയുടെ പേരിൻ്റെ പുരുഷവിലാപം എന്നാണ്. ആ പുരുഷവിലാപത്തിൽ പുരുഷൻ്റെ എല്ലാ പേറത്തരും അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. പുരുഷൻ്റെ അകത്ത് കിടക്കുന്ന സ്ത്രീവിരുദ്ധമായിട്ടുള്ള അത് ഛർദ്ദിക്കാതെ പോവില്ല, അതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി മാറും. ജാതി ചോദിക്കുക എന്നാണ് എൻ്റെ ഒരു കഥയുടെ പേര്. ജാതി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ യു ഹാവ് ടു അഡ്രസ് ഇറ്റ്. അതാണ്, അഡ്രസ്സ് ചെയ്യാതെ നമുക്കൊന്നും ഇതാക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളിലും പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഓരോ അത്ഭുതങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ, ഇപ്പോൾ കോവിഡൊക്കെ വന്നല്ലോ, COVID-19, ഇനിയും പല വൈറസും വരുമെന്നാണ് പറയുന്നത്. 2040 വൈറസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഇപ്പം തന്നെ അതിനുള്ള വാക്സിൻ ഉണ്ടാക്കി വെക്കാമെന്നാണ് പറയുന്നത്. വരാൻ പോകുന്ന ഒരു വൈറസിന് ഇപ്പം തന്നെ വാക്സിൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും. അതിഭയങ്കരമായിട്ടുള്ള പൊട്ടൻഷ്യലാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നാണിക്കാനൊന്നുമില്ല. പിന്നെ അതിലുണ്ടല്ലോ ഈ വെസ്റ്റേൺ മോഡേണിറ്റി ഉണ്ടാക്കിയ വ്യക്തിവാദമാണ് ഇതിനെ ഇതാക്കുന്നത് പലപ്പോഴും. കാരണം ഇതൊക്കെ ഇന്ത്യയാണോ നെൻ്റെയാണോ എന്നുള്ളതുണ്ടല്ലോ. ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താ നടക്കുന്നത്? മനുഷ്യരാശിയുടെ സർവ്വ വിജ്ഞാനങ്ങളുമാണ് അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ല മോളിന്ന് ചേർത്താണ്ടയച്ചൊന്നും അല്ലത്. നമ്മൾ ആർജിച്ച വിജ്ഞാനങ്ങളുടെ പിന്നെ കോൾ ഗുസ്താവി അങ്ങൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, പിന്നെ സോഷ്യൽ കോൺഷ്യസ്നെസ്സാണ് മനുഷ്യരാശിയുടെ വിജ്ഞാന മണ്ഡലം മുഴുവനാണ് അത് പ്രവർത്തിക്കുക. അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നവൻ നന്നല്ലെങ്കിൽ മാത്രമേ കേടുവരുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യനെ വിമോചിപ്പിക്കുന്ന മഹാശക്തിയാണ് എന്നുള്ള വിശ്വാസക്കാരനാണ്. ഇനി നമുക്കൊരു ചെറിയ വിഷയമാറ്റം. അന്ധകാരനഴി, അദ്ദേഹത്തിൻ്റെ തപോമയുടെ അച്ഛൻ വളരെ ശ്രദ്ധേയമായ പുസ്തകമാണ്. പക്ഷേ നമ്മളിവിടെ അന്ധകാരനഴിയുടെ ചില വിഷയങ്ങളാണ് ചോദിക്കാനുള്ളത്. അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒളിക്കുകയും മാർക്സിസ്റ്റ് ദർശനം പഠിക്കുക, അവർ ചർച്ച ചെയ്യുക ഒക്കെ ചെയ്യും. അവർ അകത്ത് ഒളിവിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ പുറത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അവർക്ക് പിടികിട്ടുന്നില്ല, അവരറിയാത്ത വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ആ ചിന്തകൾ പിന്നെ ക്രമേണ അത് പ്രയോഗത്തിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ അതിലുണ്ട്. അപ്പോൾ ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ പറ്റാത്തത് ഒളിവിലിരുന്ന് അല്ലെങ്കിൽ കാര്യങ്ങളെ യഥാർത്ഥത്തിൽ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു അർത്ഥമാണ് അതിന് നമുക്ക് മനസ്സിലാക്കാൻ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സാധാരണ സ്വപ്നങ്ങൾ, വിപ്ലവ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഭാവനകൾ കാൽപ്പനിക സ്വപ്നങ്ങളാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിലേക്ക് ഈ കൃതി വരുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത്. കാരണം അത് അത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ അതിന് വന്നിരുന്നു. 16 വർഷം മുമ്പ് എഴുതിയ രചനയാണ്. അപ്പോൾ എന്നാലും അത് എൻ്റെ ഒരു തോന്നൽ, അത് ഇപ്പോൾ CPMLൻ്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ അതിന് വിശദമായിട്ട് വിമർശിച്ചുകൊണ്ട് എഴുതുകയൊക്കെ ഉണ്ടായി. ഏറ്റവും തീവ്രമായ അവസ്ഥയിലേക്ക് പോകുന്ന ആളുകൾ, ഏറ്റവും പരിശുദ്ധി സൂക്ഷിക്കുന്ന ആളുകൾ, അത് മതമായാലും രാഷ്ട്രീയമായാലും, അവരേറ്റവും അല്ലെങ്കിൽ മനുഷ്യവിരുദ്ധരായിട്ട് മാറുന്നൊരു സമ്പ്രദായം വരും.
അതുകൊണ്ടാണ് ഏറ്റവും തീവ്രമായിട്ടുള്ള ആളുകളെ ഏറ്റവും വേഗം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേര് തമ്മിലാകുമ്പോൾ 2 ഗ്രൂപ്പ് 4 ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് നമുക്ക് 10-70 കൊല്ലത്തെ ചരിത്രത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും കൂടി ഒന്നും കൂടി ഇതിനെ ബന്ധിപ്പിക്കാൻ തോന്നുന്നു. ഇപ്പോൾ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോകാനുള്ള ശ്രമം ഇപ്പോൾ ലോകമെമ്പാടുമുണ്ട്. 2000-2500 കൊല്ലത്തെ ചരിത്രമൊക്കെ ഈ ലോകത്തിലെ എല്ലാ മതങ്ങൾക്കുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സിവിലൈസേഷൻ ഒരു 10,000 കൊല്ലത്തെ ചരിത്രമുള്ളൂ എന്ന് പറയാം. അതിൽ 2500 കൊല്ലമാണ് മതങ്ങളുടെ ഒരു ചരിത്രം. ഇവരേറ്റവും പരിശുദ്ധമായിട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആലോചിക്കുന്നു. മോഡേണിറ്റി ഇതൊക്കെ ഒരു തന്ത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് ആവശ്യമുള്ള സമയത്ത് മോഡേണിറ്റി എടുക്കും. ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ബീറോ നടത്തണമെങ്കിൽ നടത്തും. ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് പഴയ കാലത്തെ മറ്റേ വിഭീഷണൻ്റെ എന്താ പറയുക വിമാനത്തെപ്പറ്റി ചർച്ച ചെയ്യണമെങ്കിൽ അത് ചെയ്യും. ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ നടത്തണമെങ്കിൽ അത് ചെയ്യും. ബോംബുണ്ടാക്കണമെങ്കിൽ ചെയ്യും. ആളുകളെ ഉപദ്രവിക്കാനായിട്ട് ചെയ്യുന്ന ഈ ക്യാമ്പയിനൊന്നും ഇതൊക്കെ അവരുടെ അതാത് കാലത്തെ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങളുള്ളൂ. പവറാണ് ഇതിനെ മുഴുവൻ നയിക്കുന്ന കാര്യങ്ങൾ. അതിപ്പോൾ ചെറിയ ഗ്രൂപ്പുകളായതുകൊണ്ട് നമുക്ക് പവറില്ലാത്തതുകൊണ്ട് അവരെ പറ്റി നമുക്കൊരു വളരെ കാൽപ്പനികമായിട്ടുള്ളൊരു അഭിനിവേശം നമുക്ക് തോന്നാം. ഈ പറഞ്ഞ ആളുകളൊക്കെ ഒരു പക്ഷേ കുറേ പേര് അതിൽ കാൽപ്പനിക കവികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പൊതുവെ ഇവരെല്ലാവരും അല്പം അടുത്ത് നിന്ന് ശ്രദ്ധിച്ചാൽ ഭയങ്കര ആർഗ്യുമെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും, താർക്കികരായിരിക്കും. 2 പേര് വന്ന് ഇവർ തർക്കിച്ച് ജയിക്കാൻ നോക്കും. ഒരിക്കലും ഒരു വേറെ രീതിയിൽ താൻ പരാജയപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറില്ല. ഒരു അഭിപ്രായത്തെ തർക്കിച്ച് തോൽപ്പിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ദിവസം കൂടുമ്പോൾ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ വരും. അതിൽ തർക്കിച്ച് ജയിക്കുക, അതിൽ മുന്നോട്ട് പരസ്പരം ചെളിവാരിയേറിയ ബഹളം ഉണ്ടാക്കുക, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ ജയിക്കാനുള്ള ഈ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറഞ്ഞ പോലെ ആർഗ്യുമെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവം ഉള്ളിടത്തോളം കാലം ഈ കാര്യങ്ങളിൽ എല്ലാവരും ഇപ്പോൾ ഞാൻ കുറച്ച് ആളുകളൊക്കെ വളരെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ ആ സമയത്തൊക്കെ പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ചിലതായിട്ടുള്ള മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അവസാനം ഇത് എത്തിക്കഴിയുമ്പോൾ ബാധകമാവുക അവരുടെ അധികാരവും അവരുടെ കൊച്ചു അവരുടെയായിട്ടുള്ള വൈയക്തികമായിട്ടുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ശ്രമമാണ് പൊതുവെ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ അധികാരത്തിൻ്റെ ഒരു കേന്ദ്രീകരണമാണ് മിക്കവാറും ഇങ്ങനെയുള്ള വലിയ വിപ്ലവങ്ങളിലും കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് ഞാനല്ല, എന്നെക്കാളൊക്കെ വിവരമുള്ള ആളുകൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു നോവൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ കുറേ പേര് പതറി വീണു പോയിട്ടുണ്ട്. കുറേ പേര് തീർച്ചയായിട്ടും അവരുടെ കാൽപ്പനിക സ്വപ്നങ്ങളുടെ ബലിയാടുകളായിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഒരു കാര്യത്തെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യായിരുന്നെങ്കിൽ, ഇത് വിജയിക്കുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നുള്ളൊരു ആലോചന, അതെന്തെല്ലാം വിയോജിപ്പുണ്ടെങ്കിലും അത് ഞാൻ ചിന്തിച്ചാലും ശരിയുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഫിലിപ്പും പ്രസാദും വേണുവും പോലുള്ള ആളുകൾ എത്തിച്ചെന്ന് നിൽക്കുന്ന അവസ്ഥ കാണുമ്പോൾ അങ്ങനെ തോന്നാം. ഞാനിനി മറ്റൊരു വിഷയത്തിലേക്ക്, നമ്മളിപ്പോൾ ഇവിടെ തന്നെ പ്രഗത്ഭരായ കുറേ ആരുണ്ട്, കാർമേലുണ്ട്, സുധാരേട്ടനുണ്ട്, അങ്ങനെ പല ആളുകളും ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ അവർക്കൊരു ടിപ്പ് കൊടുക്കാനായിട്ട് ഞാൻ പ്രിയപ്പെട്ട രാമനുണ്ണിയോട് തന്നെ പറയുകയാണ്. അവർക്ക് സംസാരിക്കാനല്ലെങ്കിൽ അവരുടെ കൃതികളെ മീരയ്ക്ക് ഇതിൽ വളരെയധികം പറയാനുണ്ടാവും. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ടിപ്പ് കൊടുക്കും. അല്ല, ഓഡിയൻസിനെ ക്ഷണിക്കുന്നുണ്ടോ? എങ്ങനെ എൻ്റെ അത് ആ ദൈവത്തിൻ്റെ പുസ്തകം എഴുതാനൊരു നിരാശ എന്നാണ്. നമ്മൾ ഇത്ര വലിയ തത്വചിന്തകർ, പ്രവാചകന്മാർ, സംഗീതജ്ഞരൊക്കെ വന്നിട്ടും ഈ ലോകം നേരെയായില്ലല്ലോ എന്നൊരു മനുഷ്യരാശിയുടെ ഒരു വിചാരണയാണ് ശരിക്കും നടത്തുന്നത്. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ മനുഷ്യരാശിയുടെ അതിനു വേണ്ടിയിട്ട് ഒരു കൃഷ്ണനെയും നബീനെയും യേശുവിനെയും അതിൻ്റെ ഒരു മാനദണ്ഡം വേണമല്ലോ. അവരുടെ കാഴ്ചയിൽ കൂടെ കണ്ടിട്ട് ലോകത്തിൻ്റെ ചരിത്രം തന്നെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റായിട്ട് തിരുത്തുകയാണ്. മാർക്സ് മൂലധനത്തിൻ്റെ വേറെ പുതിയ മാർക്സ് 2ാമത്തെ പതിപ്പ് എഴുതാൻ പുറപ്പെട്ട് സാധിക്കാത്ത 2ാമത്തെ പതിപ്പ് എഴുതുക. അതായത് സ്റ്റാലിനിസം റഷ്യയിൽ വരാതിരിക്കുന്ന രീതിയിലുള്ള ഒരു മൂലധനത്തിൻ്റെ പതിപ്പ് എഴുതുകയാണ്. ഗാന്ധി ഇന്ത്യാ വിഭജനം സംഭവിക്കാതിരിക്കാൻ, താൻ എത്ര ആഗ്രഹിച്ചിട്ടും സംഭവിക്കാതിരിക്കാൻ തന്നിൽ തന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടായി വെച്ചിട്ട് ഗാന്ധി സ്വയം തിരുത്തുകയാണ്. ഇങ്ങനെ സ്വയം ചരിത്രത്തെ തന്നെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റായിട്ട് തിരുത്തിക്കൊണ്ട് മനുഷ്യരാശിനെ നേരെയാക്കാൻ പറ്റുമെന്നുള്ള
ഒരു മഹാവിഡ്ഢിത്തത്തോട് കൂടിയിട്ടുള്ള ഒരു ശ്രമമാണത് നടത്തിയിട്ടുള്ള കൃതിയിൽ. അതെ, ആരെങ്കിലും ചോദ്യങ്ങളൊക്കെ പറയാം. നോവലിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ വിഷയത്തിനെ കുറിച്ച് വിശാലമായ ചോദ്യങ്ങൾ ചോദിക്കാം. ഡെന്നിസ് ഉണ്ട്, തോട്ടശ്ശേരി ഉണ്ട്, പിന്നെ ഇവിടെ ആരാണുള്ളത്? അതെ, എല്ലാവർക്കും ആർക്കും പ്രത്യേകിച്ച് പേര് പറയാനില്ല. രമയുണ്ടല്ലോ, രമയുണ്ട്, ഇന്ദിരാബാലനുണ്ട്, സോണിയ ഉണ്ടല്ലോ. മൈക്കിൻ്റെ ആവശ്യമില്ല, മൈക്ക് തരാം, കുഴപ്പമില്ല. സതീഷ് തോട്ടശ്ശേരി. ഒരുപക്ഷെ ഈ വായനക്കാർക്ക് ഇത് ഒരു നിർബന്ധിത വായനയായിട്ട് മാറില്ലെന്നൊരു സംശയമുണ്ട്. ചിലപ്പോൾ നമ്മൾ ചില നോവലുകളൊക്കെ ഇപ്പോൾ അന്ധകാരനഴിക നമുക്ക് മാതൃഭൂമിയിൽ ഒന്നുകൊണ്ട് ആഴ്ച പതിപ്പായതുകൊണ്ട് കുറച്ചായിട്ട് വായിച്ചു പോകും. പക്ഷെ വലിയൊരു പുസ്തകമായിട്ട് ഇറങ്ങുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ സാംസ, എനിക്കത് മുഴുമിപ്പിക്കാൻ പറ്റില്ല. ഒരു മാസം കയ്യിൽ വെച്ചിട്ടും മുഴുവൻ ജപ്പാനാണ് കംപ്ലീറ്റ് പറയപ്പെടുന്നത്. അവിടുത്തെ ടെക്നോളജിയും കാര്യങ്ങളും, ഒരാൾ ഈ എയറിലൂടെ പറക്കുന്ന ടാക്സി അല്ലെങ്കിൽ ഒരു വിമാനം, ടാക്സി പോലെ ഓടിക്കുന്ന വിമാനത്തെക്കുറിച്ചുള്ള ഗവേഷണം നടത്തുന്ന കമ്പനിയുടെ സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അയാളുടെ നാടും ഇവിടെ ആയിട്ടുള്ളൊരു കമ്പാരിസണാണ് ജീവിതങ്ങൾ തമ്മിൽ. ഒരു എന്താ പറയുക, അനിമോഫീബിയ എന്നെന്തോ പറയില്ല അയാൾ, കന്നാലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ ചില നാട്ടുമ്പുറത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് പോവും. പക്ഷേ മറ്റേടത്ത് അതിലൊരു അത്യുഗ്രൻ കഥാപാത്രമുണ്ട്, ടെക്നോളജിയുടെ മാത്രം കാര്യങ്ങളായിട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഈ ജ്ഞാനത്തിൻ്റെ ഓപ്പോസിറ്റാണ്. ഒന്നും മനസ്സിലാവില്ല, അത്രയും ടെക്നോളജിയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ വിജ്ഞാനം കൂടി വരുമ്പോൾ ഈ വായനക്കാർ കുറയില്ല എന്നൊരു സംശയമുണ്ട്. അല്ല, വിജ്ഞാനം പിന്നെ അതിൽ വിജ്ഞാനം ഒരു ലോഡായിട്ട് നിൽക്കരുത്, അതാണ് എൻ്റെ പ്രശ്നം. ലോഡാവുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ലോഡല്ലാതെ അത് അലിഞ്ഞു ചേരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ഈ വിജ്ഞാനത്തിന് വേണ്ടി ഉണ്ടാവുന്ന കാരണം, ഒരു നോളജ് സൊസൈറ്റിയിൽ നമുക്ക് വിജ്ഞാനം വർജിച്ചിട്ട് പോകാൻ പറ്റില്ല. പിന്നെ എനിക്ക് മലയാളം യൂണിവേഴ്സിറ്റി ഉത്തരവാദിത്വം കൂടിയുണ്ട്, ഞാൻ അവിടുത്തെ ഫാക്കൽറ്റിയാണ്. അപ്പോൾ മലയാളത്തിൽ കൂടെ ജ്ഞാനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് കരാറെടുത്തിട്ട് ശമ്പളം തരുന്ന എനിക്ക്. അപ്പോൾ മലയാളത്തിൽ കൂടെ സയൻസും ടെക്നോളജിയൊക്കെ മലയാളത്തിൽ കൂടെ നമുക്ക് സ്വാംശീകരിക്കാനും ആവിഷ്കരിക്കാനും സാധിക്കണം. എന്നാലേ നമ്മളെ ലാംഗ്വേജും റിച്ച് ആവുള്ളൂ എന്നുള്ളതാണ്. നമ്മളെ ലാംഗ്വേജിന് ഒരു കുഴപ്പമില്ല, ഏതൊരു സാധനം നമുക്ക് സയൻസ് വളരെ മനോഹരമായിട്ട് നമുക്ക് ആവിഷ്കരിക്കാം. പക്ഷേ അതിൽ കലയുടെ മൂല്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും കലാമൂല്യം ഇല്ലാതെ ഇതൊരു ഇപ്പോൾ ഇന്ദുലേഖ എടുക്കുകയാണെങ്കിൽ 136 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. 136 വർഷം. ഇപ്പോൾ പാവങ്ങളുടെ തർജ്ജമയെ പറ്റി ഇപ്പോൾ പറയും 1925 100-ാം വർഷമാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ വടവാനം പുസ്തകങ്ങൾ ഓരോ വർഷം ഇറങ്ങുന്നുണ്ട്, ഒരുപാട് നോവലിസ്റ്റുകൾ. ഇപ്പോൾ ഇന്നലെ ഞാനൊരു പരിപാടിക്ക് പോയിപ്പോൾ കഴിഞ്ഞ മാസം 88 വയസ്സുള്ള ഒരാളുടെ ഒരു ഡോക്ടറുടെ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. അദ്ദേഹം 88 വയസ്സിൽ വളരെ ജനകീയനായിട്ടുള്ള ഡോക്ടറാണ്. അദ്ദേഹം നോവൽ എഴുതി, അപ്പോൾ അത് പ്രകാശനം ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞാൽ കേരളത്തിൽ നോവലിസ്റ്റുകളല്ലാത്ത ഒരാളെ കാണാൻ നമുക്ക് കൊതിയാവും. അങ്ങനെയാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ ജനാധിപത്യപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്, അതൊക്കെ ചെയ്യേണ്ടതാണ്. നോവൽ എഴുതുകയൊക്കെ ചെയ്യാം. പക്ഷേ നോവൽ എന്നുള്ള രൂപം തന്നെ നിന്നോളണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഈ 100 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ 100 ഇപ്പോൾ അത് തന്നെ ഇപ്പോൾ ഈ പാവങ്ങൾക്കൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ബാല്യകാല സഖിയൊക്കെ വന്നിട്ടുള്ള ഇപ്പോൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ട് ഈ ഒരു ആധിക്യം വരുന്നത്, ഇപ്പോൾ ഗദ്യം 1850 ഹെർമാൻ ഗുണ്ടറ്റിനെ സ്കൂൾ ഇൻസ്പെക്ടറാക്കിയിട്ട് മലബാർ സർക്കാരെ ഏർപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് ഗദ്യത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള മാതൃകകൾ കണ്ടുപിടിക്കാൻ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ സ്കൂളിൽ എൻ്റെ ഗദ്യം പഠിപ്പിക്കാൻ വേണ്ടി ആളുകൾ പിന്നാലെ നടക്കണമെന്നാണ് പറയുന്നത്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ കാലം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നോവൽ എന്നുള്ള രൂപം ഒരു പക്ഷേ മാറിപ്പോവാനാണ് സാധ്യത. ഇപ്പോഴുള്ള കുട്ടികൾ നമ്മുടെ പഴയകാല നോവൽ പോലെ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറവായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ ഈ ചെറുപ്പത്തിൽ എൻ്റെ നാട്ടുപുറത്ത് വായനശാലയിൽ ഒരു അസിസ്റ്റൻറ്റ് ലൈബ്രറിയനൊക്കെ ആയിട്ട് സഹായിട്ടൊക്കെ പോകാറുണ്ടായിരുന്നു. എൻ്റെ പഠിക്കുന്ന കാലത്ത് കുട്ടികളായിരിക്കുമ്പോൾ മുമ്പിലുള്ളൊരു ചേട്ടനാണ് ലൈബ്രറിയൻ, അയാൾക്ക് വല്ല അസുഖം വരുമ്പോൾ ഞാൻ പോകാറുണ്ട്. അപ്പോഴും 2-3 പേര് 4 പേരൊക്കെ ഒരു ലൈബ്രറിയിൽ പുസ്തകം എടുക്കാൻ, നമ്മൾ വിചാരിക്കുന്ന പോലെ പഴയ ആ സുന്ദര സമത്വ കാലത്ത് വലിയ വായന നടന്നു.
ഇപ്പോൾ വായന നടന്നില്ല, അങ്ങനെയില്ല. ഇപ്പോൾ നമുക്കൊക്കെ വായന വിറ്റുപോകുന്നത് ഇപ്പോഴാണ്. കണ്ടവാനം പൂസല്ല വായിക്കേണ്ടെന്നുള്ളവരൊക്കെ വേറെ വിഷയം. പക്ഷേ ഗൗരവമുള്ള വായനക്കാരുടെ എണ്ണം എത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഏതാണ്ടൊക്കെ ശരിയായിരിക്കാൻ സാധ്യതയുണ്ട്. ആ കാലത്ത് ഈ കാലത്തെയും. പിന്നെ ഓരോ വായനയ്ക്ക് ഒരു നോവലിലുള്ളൊരു വായനക്കാരല്ല മറ്റൊരു നോവലുള്ളത്. ഒരു വലിയ വേറൊരു തരത്തിൽ ഇപ്പോൾ ആനന്ദിൻ്റെ വായനക്കാരല്ല അത്ര തന്നെ പ്രശസ്തനായിട്ടുള്ള മുകുന്ദൻ്റെ വായനക്കാർ. മുകുന്ദൻ്റെ വായനക്കാരായിരിക്കില്ല സാറോ ജോസഫിൻ്റെ വായനക്കാർ, അല്ലെങ്കിൽ ഇവരെയൊക്കെ നമ്മുടെയൊക്കെ എല്ലാവരും വായനക്കാർ. അതൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളതിനെ ഒരു ലെവൽ ഇത് പറയുകയോ ജനറലൈസ് ചെയ്യണതിൽ വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒരു സാഹിത്യത്തിൻ്റെ ഒരു ചരിത്രം എടുക്കുമ്പോൾ ഒരു പക്ഷേ ഒരു കൂട്ടം എഴുത്തുകാർ വരും, അല്ലെങ്കിൽ ഒരാൾ രണ്ടാളല്ല, ആ ഒരു തലമുറയൊക്കെ വരുമ്പോൾ അതിങ്ങനെ വായിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മളതിനെപ്പറ്റി വലിയ നമ്മൾ ഉത്കണ്ഠപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ എത്ര വേദനിച്ചിട്ടും വിഷമിച്ചാലും ഈ ഫോം ആവശ്യമുണ്ടെങ്കിൽ പൊഴിഞ്ഞു പോകും. നമ്മളെത്ര ബുദ്ധിമുട്ടിയാലും ഇപ്പോൾ കോട്ടക്ക് എന്നുള്ള ഫിലിമിൻ്റെ ഒരു ഷോപ്പ് ഇനിയിപ്പോൾ തൃശ്ശൂരോ തിരുവനന്തപുരത്തോ കോട്ടയത്തോ ഒന്നും കാണില്ല. അത് കഴിഞ്ഞു. അതിൻ്റേതായിട്ടുള്ളൊരു മരണം അതിന് ലഭിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ നോവൽ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ സാഹിത്യം ആവശ്യമില്ലാത്തൊരു തലമുറ എത്തിക്കഴിഞ്ഞാൽ അത് നടക്കും. പക്ഷേ ഇപ്പോൾ മലയാള ഭാഷയെ സംബന്ധിച്ച് വേറെ ചില ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു NS മാധവൻ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് അദ്ദേഹം ബീഹാർ സർവീസിലായിരിക്കുന്ന കാലത്ത് 10-12 കൊല്ലത്തോളം ഭാഷ ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. മലയാള ഭാഷ കേൾക്കില്ല, സംസാരിക്കില്ല, വായിക്കില്ല. അങ്ങനത്തെ ഒരു കാലം. ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വിദേശികളാണ് നമ്മളെക്കാൾ മുമ്പ് മാഗസിൻസൊക്കെ വായിക്കുന്നത്. ഒരു 12 മണി, രാത്രി 12 മണിക്ക് മാക്സ്റ്ററിൽ മാഗസിൻ വരും. അപ്പോൾ അമേരിക്കയിലുള്ള ആളത് വായിച്ച് രാവിലെ ഇന്ന ലേഖനമോ കഥ വായിച്ചു എന്നുള്ള ലേഖനം മലയാളം വായിക്കുന്നില്ല. അപ്പോൾ മലയാളത്തിൻ്റെ ഒരു രീതി ഒരു പക്ഷേ ടെക്നോളജി വഴിക്ക് കുറേ കാലം കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾ വായിക്കണമെന്നൊക്കെ ഉള്ളത് അതൊക്കെ ഒരു ചർച്ചയാണ്. വായിക്കണമെന്നുള്ളത് പിന്നെ അവർ തീരുമാനിക്കും. നമ്മൾ ഇവരെ ഇങ്ങനെ ഒരു ഇരട്ടി ഭാരം കൊടുക്കണതിൽ വലിയ കാര്യമൊന്നുമില്ല. അവരവരുടെ ജീവിതമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം നയിക്കും വേണം. നിങ്ങളുടെ സാഹിത്യം അവർ കൊണ്ടു നടക്കണം. ഇതെല്ലാം കൂടി ഒരു ഇരട്ട ഭാരം അതിന് കൊടുക്കേണ്ട കാര്യമുണ്ടോയെന്ന് ആലോചിക്കേണ്ടതാണ്. അവസാനിപ്പിക്കാതെ അല്ല, അത് ആൻറ്റി ഇൻ്റലിജൻഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് ഇൻ്റലിജൻ്റ് ആവുന്നതിനെതിരായിട്ടുള്ള ഒരു വികാരം ലോകത്ത് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ പിന്നെ അതിൻ്റെ ഈ പരസ്യത്തിൻ്റെ പ്രചരണ ഉപാധി ഉപയോഗിച്ചിട്ട് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ കൂടുതൽ പോകുന്ന സമയത്ത് അതിനൊരു ജാഗ്രത വേണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോൾ നല്ലതും ചീത്തയും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ശരിയായ രീതിയല്ല. നമുക്ക് മാനുഷികമായ നിലയ്ക്ക് ചില മാനദണ്ഡങ്ങൾ, നല്ല സാഹിത്യം ചീത്ത സാഹിത്യം എന്നൊക്കെ ഉണ്ട്, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വെറും പരസ്യത്തിൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പിന്നെ ചിലത് വളരെയധികം വൈറലായി വരുന്നു. ചില സാഹിത്യകൃതികൾ ഇപ്പോൾ തെലുങ്കിലും ഇപ്പോൾ ഒരു അമ്മയുടെ ഡയറി എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര വൈറലായിട്ട് വന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ നല്ല എഴുത്തുകാരും കൂടിയും, പണ്ട് സിനിമക്കാരുണ്ട്, ഒരു സിനിമ വയനാട്ടിൽ പോയിട്ട് സിനിമ പിടിച്ച് വിജയിച്ചാൽ പിന്നെ എല്ലാവരും വയനാട്ടിലേക്ക് ഓട്ടം തുടങ്ങും അവിടെ പോയിട്ട് സിനിമ പിടിക്കാൻ വേണ്ടി. അങ്ങനെ വിജയിക്കുന്നതിൻ്റെ പിറകെ പോയിട്ട് അപ്പോൾ സാഹിത്യം എന്തിനു വേണ്ടി വിൽക്കാനാണോ അതോ തൻ്റെ സ്വയം ഇങ്ങനത്തെ അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ് ആ കൃതി ഞാനിതിലുണ്ടായിരുന്നത്. സമയത്തിൻ്റെ അപ്പോൾ വളരെ അർത്ഥവത്തായ ഒരു ചർച്ച നടന്നു. ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവർക്കും അടുത്ത മലയാള സെഷൻ 4 മണിക്ക് അല്ലേ? ഇപ്പോൾ ഇതിന് സുധാകരേട്ടൻ പ്രത്യേകിച്ച് ഇത്രയും നല്ലൊരു പരിപാടി ഓർഗനൈസ് ചെയ്തതിന് സുധാകരേട്ടന് പ്രത്യേകം നന്ദി.